ഹേ കേസ്, അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിച്ചപ്പോൾ എനിക്കൊരു കാര്യം തോന്നി. ഈ UDFന്റെ പുതിയൊരു എന്താ പറയുക, പ്രചരണ പത്രിക ഉണ്ട്, അല്ലെങ്കിൽ മാനിഫെസ്റ്റോ. അതിനകത്ത് പറയുന്നുണ്ട് ഈ പറയുന്ന പോലെ സ്ത്രീകൾക്ക് സൗജന്യമായി ഈ പറയുന്ന പോലെ ബസ് യാത്ര ഇതാക്കും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്? ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു ഒരു ഹോസ്റ്റലിലുള്ള 15 ഗേൾസ്, അവർക്ക് പെട്ടെന്ന് ഇപ്പോൾ നാളെ മൂന്നാർ, ഈ ഒരു സംഭവത്തിന് ശേഷം അവർക്ക് പെട്ടെന്ന് നാളെ മൂന്നാർ പോകാൻ തോന്നി, വയനാട് പോകാൻ തോന്നി, ഓക്കെ. പക്ഷെ പെട്ടെന്ന് റീസൺസ് ഒന്നുമില്ല, ട്രിപ്പിന് വേണ്ടിയില്ല, ചുമ്മാ ഫ്രീ ആണല്ലോ, എന്നാൽ പിന്നെ ഇന്നങ്ങ് പോയേക്കാം, രാവിലെ അങ്ങ് പോയേക്കാം, വൈകുന്നേരം തിരിച്ചു വരാമല്ലോ, സൗജന്യമാണല്ലോ, കേരളത്തിൽ എവിടെ ഉള്ള യാത്ര ചെയ്യാമല്ലോ. അങ്ങനെ ഒരു 15 പേര് പോകുമ്പോൾ അതേ വേറൊരു ആവശ്യത്തിന് വേണ്ടി ഒരു മൂന്നാർ, ഒരു മാസത്തിൽ 2 മാസം കൂടുമ്പോഴോ 3 മാസം കൂടുമ്പോഴോ ഒരു ട്രിപ്പ് പോകുന്ന രീതിയിൽ ഒരു 3 ഫാമിലി ആ ബസ്സിലുണ്ട്. അപ്പോൾ ഈ 15 പേര് സൗജന്യമായി പോകുന്നു, ഈ ഫാമിലി പൈസ കൊടുത്ത് പോകുന്നു. അപ്പോൾ അത് അവർക്കൊരു കംഫർട്ട് ഇല്ലായ്മയാവില്ല, അല്ലെങ്കിൽ ആൾക്കാരുടെ ഒരു കുത്തൽ ഈ KSRTCയിലോട്ട് ഫ്രീ സൗജന്യമായിട്ട് വരുമ്പോൾ ബാക്കിയുള്ള പാസഞ്ചേഴ്സിന് അതൊരു പ്രശ്നമാകത്തില്ലേ? പിന്നെ KSRTC തകരത്തില്ലേ? എങ്ങനെയാണ് ഒരു ഇപ്പോൾ ഞാൻ പറയാം, സമുദ്ര എന്ന് പറഞ്ഞ ബസ് ഓടുന്നുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി. ആ ബസ് സൗജന്യമാണ്. കാരണം എന്താ? അത് അവർക്ക് ഇതാണ് ആവശ്യമാണ്, മനസ്സിലായോ? അവർ ജോലി ചെയ്യുന്നു, അവർക്ക് അതിനുള്ള സാമ്പത്തികം ചിലപ്പോൾ കാണത്തില്ല, അപ്പോൾ അത് സൗജന്യമാണ്. പക്ഷേ ഒരു പ്രത്യേക തരം ജെൻഡറിനെ എടുത്ത് ഈ സൗജന്യമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അത് ഫ്യൂച്ചറിൽ ഭയങ്കരമായിട്ടൊരു ലോസ് നമുക്ക് വരും, അതൊരു ഡെഡ് മണിയായി മാറും. കാരണം ഇത് വേറൊരു സംഭവമുണ്ട്, ഇവർ ഇപ്പോൾ ഗേൾസിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടോ, അങ്ങനെയെല്ലാം പറയുന്നത്. നിങ്ങൾ ഗേൾസ് തന്നെ ചിന്തിച്ച് നോക്കുക. സൗജന്യമായിട്ട് കേൾക്കുമ്പോൾ ആൾക്കാർ അതിലോട്ട് മലയാളീസാണ് ഓസിന് കിട്ടിയ ആസിനും കുടിക്കും, മനസ്സിലായി? അപ്പോൾ സൗജന്യമായിട്ട് വരുമ്പോൾ പൊതുവേ അന്ന് ഒരു 20 പേര് 25 പേര് ഗ്രൂപ്പായിട്ട് KSRTC കയറിയാൽ പോലും കണ്ടക്ടറിന് പറയാൻ പറ്റുമോ, ഇറങ്ങി പോകാൻ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നിങ്ങൾ അത് ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഈ വോട്ട് കിട്ടുക അല്ലെങ്കിൽ സ്ഥാനത്തിൽ വരാൻ വേണ്ടി നമ്മുടെ നാടിൻ്റെ ഫ്യൂച്ചർ നോക്കാതെ എന്തും പറയാം, അത് വിശ്വസിച്ച് ആൾക്കാർ വോട്ട് ചെയ്യുമെന്ന് ചിന്തിച്ചുകൊണ്ട് ഇത് ചെയ്യുന്നത് നിങ്ങൾ എത്ര പേര് യോജിക്കുന്നുണ്ട്? ഇപ്പോൾ എന്നെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഈ പറയുന്ന പോലെ ആനുകൂല്യങ്ങൾ എല്ലാവരും കിട്ടട്ടെ, ആനുകൂല്യം, പക്ഷേ നമുക്ക് ആവശ്യമുള്ള ആനുകൂല്യം വേണം, നമ്മുടെ നാടിനെ നശിപ്പിക്കാനുള്ള ആനുകൂല്യം അല്ല വേണ്ടത്. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇത് നടക്കുമോ, അല്ലെങ്കിൽ ഇത് കേട്ട ആൾക്കാർ വോട്ട് ചെയ്യുക, എന്താ നിങ്ങളുടെ അഭിപ്രായം എന്താ?